നീ എവിടെയാടേ? വീട്ടുകാരെത്തിയില്ലെങ്കിൽ നീ ഇങ്ങത്തോടെ? ഇവിടെ ഭയങ്കര മഴടാ, അങ്ങനെ ഞാൻ ഒതുങ്ങിയിരിക്കുന്നു ഇവിടെ. ഞാൻ ഒരു അരമണിക്കൂറിൽ വന്നിട്ട് വാങ്ങിച്ചോണ്ട് മഴ കഴിഞ്ഞാലും കുഴപ്പമില്ല. അതൊക്കെ പോട്ട് ഞാൻ സാധനം എടുക്കേ. ഏതെങ്കിലും എടുത്തോണ്ട് പോ. ഏതെങ്കിലും മതിയാ? ഓക്കെ, ഞാൻ അങ്ങത്താ. ശരി, വാ വാ വാ, പെട്ടെന്ന് വാ. ശരി ശരി. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ സേവനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് വരികയാണ്. എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താനുണ്ടായിരുന്നു. പ്രോഡക്ട്സോ? കാണിക്കാം സാർ. അയ്യോ, ഇത് എടുക്കണമെന്നില്ല. അയ്യോ സാർ, അങ്ങനെ പറയില്ലേ സാർ. എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് സാർ സാർ ഒന്ന് നോക്കൂ സാർ. നോക്കിയ ശേഷം പറയൂ. നമുക്ക് അവിടെ സാർ ഒന്ന് ഇരുന്ന് സംസാരിക്കാം സാർ. സാർ വാങ്ങിയില്ലെങ്കിൽ ഇതൊന്ന് നോക്കൂ സാർ. ഞാൻ ഒന്ന് അവിടെ ഇരുന്നോട്ടെ. വരൂ സാർ, പ്ലീസ് സാർ. പ്ലീസ് സാർ, സാർ അങ്ങനെ പറയില്ലേ സാർ. സാർ ഒന്ന് നോക്കൂ സാർ, എന്തായാലും ഇത് ഇഷ്ടപ്പെടും സാർ. ഒന്ന് നോക്കൂ സാർ. ഫോൺ ബില്ലടി, ഞാൻ നോക്കിയിട്ട് ശരി സാർ. ഹലോ, എന്താ നീ ഫോൺ എടുക്കാൻ താമസിച്ചത്? എന്തിനാണ് അവിടെ? ഫ്രണ്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു. പെണ്ണ? നീ അവരോട് കാര്യം സെറ്റ് ചെയ്താടേ? അളയാ, മഴ സമയത്തെ ഇതാണ് നല്ലത്. മറ്റേതിനേക്കാളും എൻജോയ്. പക്ഷെ അങ്ങനെയല്ല, ഒരു പ്രോഡക്ട്സ് കൊണ്ട് അവിടെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. എടേ, സാധനം വിൽക്കാനായാലും എന്തിനായാലും പെണ്ണ് തന്നെയല്ലേ അല്ലേ? അവൾക്ക് തട്ടിക്കറക്കി ഒരു താത്തിയായിട്ടുള്ള. പക്ഷെ അതൊക്കെ മോശമല്ലേ? എന്തൊരു മോശം. ഇതൊക്കെ സെറ്റ് ആവളിയാ. നീ പൈസ എന്തെങ്കിലും കൊടുത്താൽ മതി. എവരിങ്ങനെയൊക്കെ തണ്ടേ ജീവിക്കുന്നത്. പിന്നല്ല തന്നെ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യ്, അതിനെ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്തിരി. മഴ സമയമല്ലേ, ഒന്ന് ചൂടാക്ക്. അപ്പോഴേക്കും ഞാൻ സാധനം കൊണ്ടങ്ങെത്താം. അല്ലയാ, എന്തായാലും മഴയൊക്കെ പെയ്യല്ലേ, ഞാൻ ഒരു പതുക്കെ അങ്ങ് വരാം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ. അപ്പോഴേ നീ ഒന്ന് രതിലയം മദന സംഗീതയാമം. ഓക്കെ ഓക്കെ അളിയാ, തുറക്കട്ടെ. ശരി. സാർ എടുക്കട്ടെ സാർ. എന്തൊരു മോശം. ഇതൊക്കെ സെറ്റ് ആവളിയാ. പൈസ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കണം. സാർ സാർ എന്താ സാർ? അപ്പുറം ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അകത്തുനിന്ന് സംസാരിച്ചാൽ. എന്താ സാർ അകത്തിരുന്ന് സംസാരിക്കാന്ന് പറയുന്നേ? ഇല്ല, ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. ശരി സാർ.
സാർ ഇവിടെ ഒറ്റയ്ക്കാണോ? ഫാമിലിയൊക്കെ? അവർ പുറത്ത് കല്യാണത്തിന് പോയിക്കുക. സാർ മാരീഡാണോ? മാരീഡാണ്. കുട്ടികൾ? കുട്ടികൾ ഒരു കുട്ടിയുണ്ട്. കുട്ടി മാരീഡാണ്. അതെ. ഹസ്ബൻഡ് ഗൾഫിലാ. കുട്ടികൾ ഒരു മോനുണ്ട്. സാധനങ്ങൾ എടുക്കട്ടെ? ഞാൻ വെള്ളം കുടിച്ചിട്ട് എന്നാ പിന്നെ നീ സർ, ഞാനപ്പോൾ പ്രോഡക്റ്റ് കാണിക്കട്ടെ? സർ, ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകതരം പ്രോഡക്റ്റാണ്. ഇത് ഏത് തണുപ്പത്തും ഇതിൻ്റെ ചൂട് നിൽക്കും. ഇതിപ്പോൾ ഓറഞ്ച് കളറാണുള്ളത്. ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് സർ. കാണിക്കട്ടെ? സാറിന് ഇഷ്ടമായത്? ഇതുപോലെ വേറെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. അതായിരിക്കും ആ പ്രോഡക്റ്റ് ഇത്ര റേറ്റ്. ഇതാണോ? അതല്ല, അതായിരിക്കുന്നില്ല സാധനം. ഞാൻ കാണിച്ചിട്ട് സാർ, ഇതിന് കുറച്ച് വില കൂടും. ഇതിനോ? ഇത് റേറ്റ് കുറവാണ് സാർ. എത്ര? ഇത് സാറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് നിൽക്കും. ഇതിൻ്റെ റേറ്റ് വെറും 50,000 രൂപയേ ഉള്ളൂ. 50,000 രൂപയോ? ആ, സാറിനായതുകൊണ്ട് അത് 49,999 രൂപയ്ക്ക് തരാം. ഒരു പാനിന് 50,000 രൂപ അല്ലേ? ആ, ഈ പാനിന് അത്രയും വിലയുണ്ട്. നീ ആള് കൊള്ളാലോ. അതെ, ഇപ്പോഴും നീ ആളെ പറ്റിക്കാൻ വേണ്ടി വന്നാണല്ലേ? ഒന്ന് ഇറങ്ങിക്കേ. അതെങ്ങനെ സാറേ ശരിയാവുന്നേ? സാധനം വിൽക്കാൻ വന്ന എന്നെ വീട്ടിനകത്ത് കയറി കതവടച്ച് എൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ചിട്ട് ഇപ്പൊ ഒന്നും വേണ്ടെന്നോ? സാറ് സാധനം വാങ്ങിക്കും. ഇപ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ? നിനക്ക് ഒരു കാര്യം അറിയോ? ഇവിടുത്തെ SI എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് ചീറ്റിംഗ് കേസിലേ പിടിച്ചകത്തിടും. കാണണോ കണക്ക്? അത്രയ്ക്ക് മണ്ടിയാണോ സാർ ഞാൻ ഇവിടെ വെറുതെ വന്ന് കയറാൻ? സാർ എന്നെ ഇതിനകത്ത് കയറി കഥ കടച്ചതും എന്റെ കയ്യിൽ കയറി പിടിച്ചതൊക്കെ റെക്കോർഡിങ്ങാ, ഒരു കുഞ്ഞു ക്യാമറയിൽ. കേസൊക്കെ നമുക്ക് പിന്നെയും ഒതുക്കി തീർക്കാം. സാർ ഒന്ന് ആലോചിച്ച് നോക്കേ, സാറിന്റെ ഫാമിലി, വൈഫ്, കുട്ടി, കഷ്ടം തന്നെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സാറേ. സാറിന് വെറും കൈയോടെ വിട്ടില്ലല്ലോ. 50,000 എങ്കിൽ 50,000. ശരി സാർ.
എന്നാ ഞാൻ ഇറങ്ങട്ടെ സാറേ, പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. സാറ് വിഷമിക്കണ്ട സാർ. സാറിന് ഈ കാര്യത്തിൽ പുണ്യമേ കിട്ടുള്ളൂ. ഒറ്റ മകനാ സാർ. കുറേ നാളുകളായിട്ട് ചികിത്സയില്ല. അസുഖം എന്താണെന്ന് അറിയില്ല. മരുന്നിനും മറ്റാവശ്യങ്ങൾക്കായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. കുറേ പേരോട് ഞാൻ ചോദിച്ചു. ചിലരൊക്കെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു. ചിലരൊക്കെ ചോദിച്ചു ശരീരം വിറ്റൂടെയെന്ന്. എനിക്കതിന് കഴിയില്ല സാർ. അതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ സാർ ഇത്? സാറ് എന്നോട് ക്ഷമിക്കണം. ഒന്ന് നിൽക്കൂ. ഇത് പോകുമ്പോഴേ മോന് ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണേ. ഒരു അങ്കിൾ എന്നു പറഞ്ഞാൽ മതി.